നമ്മളിവിടെയാണ് UTC മെഷീൻ വെക്കാൻ പോകുന്നത്. ഇവിടെ ടാപ്പിൻ്റെ ഹോൾ വരും. ഓക്കെ, നമ്മളൊക്കെ വലിയ യൂട്യൂബേഴ്സ് ആകാൻ പോയല്ലേ. ഹോൾ ഇടുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഈ ഒരു സാധനം കറങ്ങാനുള്ളൊരു ഹോൾ ഇടണം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭിത്തിയിൽ മുട്ടും, അതുകൊണ്ട് കറങ്ങുന്നില്ല. മേലല്ല, താഴെ ഭിത്തിയിൽ മുട്ടും. അപ്പോൾ അത് നോക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഈ സാധനമാണ് വിജയകരമായി ടാപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. മെഷീൻ വെച്ചിട്ടുണ്ട്, ടാങ്ക്, പ്രീ ഫിൽറ്റർ. ഓക്കെ, ഓണാക്കിയോ? ലൈറ്റ് ഉറപ്പാ. എൻ്റെ അമ്മ, അപ്പോൾ ഗൈസ് കം ടു ദ പോയിൻ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറോബേൻ്റെ ലേറ്റസ്റ്റ് മോഡലായ UTC മെഷീൻ. അപ്പോൾ ഈ മെഷീൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല ബ്രാൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ബ്രാൻഡാണ് സീറോബി എന്ന് പറയുമ്പോഴത്തേക്കും. കുറച്ചുകൂടി സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നൊരു ബ്രാൻഡാണ്. അധികം കൊമേഴ്ഷ്യലി മെഷീൻസ് ഇറങ്ങാത്തൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് സർവീസൊക്കെ ഉള്ള മെഷീന് പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, ഒരുപാട് ഉണ്ടെങ്കിൽ സർവീസ് കുറച്ച് വിഷയമായിരിക്കും, അറിയാമല്ലോ നോർമലി. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൻ്റെ UTC മെഷീനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നോർമലി എല്ലാ ബ്രാൻഡിലും മെഷീൻസും വെക്കാം. അത്യാവശ്യം സ്പേസ് കുറഞ്ഞ സ്ഥലത്താണ് ഇതിരിക്കുന്നത്. ആ ഒരു ടാങ്കൊക്കെ ആ സ്റ്റോറേജ് ടാങ്കില്ല വൈറ്റ് കളറിലെ, അത് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നടക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും സ്പേസ് കുറഞ്ഞ സ്ഥലത്താണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ നോർമലി നിങ്ങളുടെ ഏത് കാബിൻ്റെ അടിയിലാണെങ്കിൽ ഇത് വെക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അടിയിലൊരു പ്ലഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ, ഈ കാബിൻ്റെ അടിഭാഗത്ത് ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെഷീൻസും നിങ്ങൾ എക്സിസ്റ്റിങ് ചെയ്യുന്ന നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മെഷീൻ വേണമെങ്കിൽ നമുക്ക് UTCയിലോട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിളി ടാങ്കും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ ഇതിൽ പ്ലഗ് പോയിൻ്റ് വേണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ഒരു മെഷീൻ്റെയും UTC മെഷീൻസിൽ നമ്മൾ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മേളിലൊക്കെ വെള്ളം പമ്പാകത്തില്ല. അപ്പോൾ അത് വലിയൊരു പോരായ്മ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങുന്ന മെഷീൻസിൻ്റെയൊക്കെ. നോർമലി നമ്മൾ ഈ ഒരു മെഷീനാകുമ്പോൾ സ്റ്റോറേജ് ടാങ്ക്, പ്രഷർ ടാങ്ക് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വെള്ളം നമുക്ക് അവൈലബിൾ ആയിരിക്കും. പവർ വേണമെന്നില്ല. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ലോങ് ഡ്രൈവൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിലില്ല കുറച്ച് നാൾ കഴിഞ്ഞാണ് വന്നതെന്നുണ്ടെങ്കിൽ മാത്രം ആദ്യത്തെ കുറച്ച് വെള്ളം കളഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ക്ലിയറാണ്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക, നമ്മൾ വന്നിട്ട് ഇതിൻ്റെ സ്പേസ് നോക്കണം. കാരണം വെച്ചാൽ വാട്ടർ പോയിൻറ്റും പ്ലഗ് പോയിൻ്റൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം വൃത്തിക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ നിങ്ങൾ ഓൺലൈനിൽ ജസ്റ്റ് നോക്കിയിട്ട് ഇത് മേടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് വെക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ അത് ഫസ്റ്റ് അത് തന്നെ പാളിപ്പോവും. അപ്പോൾ നിങ്ങളാദ്യം വേണ്ടത് ഈ ഒരു മെഷീൻ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സ്പേസും കാര്യങ്ങളും ഇടണം, എങ്ങനെ ഇടണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ധൈര്യത്തോടെ വിളിക്കുക എന്നാണ് നമ്മൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.